ഹായ് നമസ്കാരം. എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വന്നത്. നിങ്ങൾ തമ്പനെയിൽ കണ്ട പോലെ ഈ ഒരു 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേട്ടിട്ട് ക്വാളിഫൈഡ് ആവും എന്നാണ് ഞാൻ ആ തമ്പനെയിൽ പറഞ്ഞില്ലേ. അത് വളരെ വാസ്തവമുള്ള കാര്യം തന്നെയാണ്. ഞാനൊരു 5 കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. ഈ 5 കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അടുത്ത കേഡറ്റ് പരീക്ഷ ഈ വരുന്ന ഫെബ്രുവരി 2026 ഫെബ്രുവരി 21-നും 23-നും അല്ലേ, ആ ഒരു പരീക്ഷ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ആ റിസൾട്ടിൽ എന്താ കാണുക എന്നില്ല, നിങ്ങളെല്ലാവരും ക്വാളിഫൈഡ് ആയി എന്നേ കാണുള്ളൂ. അത് ഞാൻ ഇവിടെ ഉറപ്പ് പറയുന്ന കാര്യമാണ്. വളരെ ജെന്യൂനായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് 5 കാര്യം എന്ന് നോക്കാം. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ചിട്ടയോടുകൂടി ഇത് ഫോളോ ചെയ്യുക. ഇനിയുള്ള ദിവസം നിങ്ങൾക്ക് ആ റിസൾട്ടിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് കണ്ടു തന്നെ ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അതിനു മുമ്പ് നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ കേട്ടറ്റിൻ്റെ പുതിയ ബാച്ച് ഡിസംബർ 29-ാം തീയതി ആരംഭിക്കുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് ദിവസമേ നമ്മളുടെ മുന്നിലുള്ളൂ അല്ലേ. അപ്പം നന്നായി പഠിക്കുക. LP-UPക്ക് മുമ്പുള്ള ഏക കേട്ടറ്റ് പരീക്ഷയാണ്. ചിലപ്പോൾ ഒരു പക്ഷേ ഇനി LP-UP 2026 ലാസ്റ്റോട് കൂടി ഡിസംബറിൽ വിളിക്കുമ്പോൾ അതിന് മുമ്പ് ചിലപ്പോൾ ഒരു കേട്ടറ്റ് പരീക്ഷ ഉണ്ടാവും. പക്ഷേ അന്ന് ചിലപ്പോൾ റിസൾട്ട് വരണമെന്നില്ല. പരീക്ഷാഭവന്റെ ക്രൈറ്റീരിയ പ്രകാരം ചിലപ്പോൾ 70 ദിവസം 80 ദിവസം അല്ലെങ്കിൽ 3 മാസമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ കുറച്ചായിട്ട് കേട്ട റിസൾട്ട് വരാൻ ആ ഒരു സമയമൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ പരീക്ഷ നന്നായി പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. കാരണം വെറുതെ ഈ ഒരു കടമ്പ അല്ലെ, ഓരോ പ്രാവശ്യം അടുത്ത പ്രാവശ്യം അടുത്ത പ്രാവശ്യം പറ നമ്മളുടെ സമയത്ത് തന്നെ വേസ്റ്റ് ആക്കണ്ട. നമ്മൾ മെയിനായിട്ട് ഈ കേട്ടിട്ട് പഠിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? LP-UP എന്ന നമ്മുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാം അല്ലെ. അതിനു വേണ്ടി മക്കളെ പ്രിപ്പയർ ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് ചെയ്യുക, നിങ്ങളെ കോൺടാക്ട് ചെയ്തോളൂ. ഇനി നിങ്ങൾ എവിടെ പഠിക്കുന്നവരാണ്, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾക്ക് എയിംസിലേക്ക് എന്ത് ഡൗട്ട്, പഠനവുമായിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മൾ മെയിനായിട്ട് LP-UPയും കേട്ടിട്ട് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അവിടെ റിസൾട്ട് ഉണ്ടാക്കി, എനിക്ക് ആവശ്യം റിസൾട്ടാണ്, അത് ഉണ്ടാക്കി തരാൻ വേണ്ടി എന്തൊക്കെ കണ്ടന്റ്സ് നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളെ ക്വാളിഫൈഡ് ആക്കാൻ പറ്റുമോ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് മാത്രമേ ഞാൻ അവിടെ ക്ലാസ്സുകൾ തരുന്നുണ്ട്. അത്രയും ഫീച്ചേഴ്സ് ഉള്ളതാണ്. പക്ഷേ എയിംസിനെ എല്ലാവരും പല സെന്റേഴ്സും അല്ലെങ്കിൽ എല്ലാ സെന്ററും തരുന്ന കാര്യമാണ് റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും മോക്ക് ടെസ്റ്റും ഒക്കെ. പക്ഷേ ഇത് നമ്മുടെ എയിംസിന്റെ മാത്രം പ്രത്യേകത എന്നും കൂടി ഞാനൊരു കാര്യം പറഞ്ഞാൽ അത് മാത്രം നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക. ബാക്കി തരുന്ന കാര്യങ്ങൾ ഒരു സൈഡ് പഠിക്കണം. പക്ഷെ കൂടുതൽ ഇമ്പോർട്ടൻസ് ഞാൻ തരുന്ന കാര്യത്തിന് പഠിച്ചു നോക്കുക. നിങ്ങൾക്ക് ആ റിസൾട്ട് അവിടെ ഉണ്ടാവും. 5 കാര്യം പറയണ മുമ്പ് എയിംസിന്റെ പ്രത്യേകതയും കൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതായത് 1000 സൈക്കോളജി ക്വസ്റ്റ്യൻസും 1000 സബ്ജക്ട് ലാംഗ്വേജ് ക്വസ്റ്റ്യൻസും SCERTയുടെ കംപ്ലീറ്റ് മെറ്റീരിയൽസും 5 മോഡൽ എക്സാമും PYQ ഡിസ്കഷനും. ഇതിൽ വല്ലതും മനസ്സിലായാലോ? ഇല്ല അല്ലെ. അതായത് ഷുവർ ഷോർട്ട് ആയിട്ടുള്ള സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് മാത്രം 1000 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 1000 ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ അതിന് 60% അവിടെ ഓക്കെ കഴിഞ്ഞു. അതുപോലെ തന്നെ സബ്ജക്റ്റും ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട് 1000 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ടോട്ടൽ 2000 ക്വസ്റ്റ്യൻസ് വരില്ലേ. പിന്നെ 5 മോഡൽ എക്സാം ഓരോ കാറ്റഗറിക്ക്, 1 ആയിക്കോട്ടെ 2 ആയിക്കോട്ടെ 3 ആയിക്കോട്ടെ, എങ്ങനെയാണ് 150 മാർക്കിന്റെ 5 മോഡൽ എക്സാം. അതുപോലെ തന്നെ PYQ ഡിസ്കഷൻ ഉണ്ട്. ഇതെല്ലാം പോരാതെ SCERT 5 മുതൽ +2 വരെയുള്ള പുതിയ ബുക്കും പഴയ കംപ്ലീറ്റ് മെറ്റീരിയൽ, ഇത്രയും കാര്യങ്ങൾ അവിടെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ അവിടെ കേട്ടിട്ട് ക്വാളിഫൈഡ് ആയി കഴിഞ്ഞു. ഇത് എയിംസിന്റെ പ്രത്യേകത കേട്ടോ. അപ്പൊ ഇത് പോരാതെ റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും മോക്ക് ടെസ്റ്റും മോഡൽ എക്സാംസും എല്ലാം ഉണ്ട്. പക്ഷെ ഒരു ക്വാളിഫൈഡ് ആവാൻ, ഹൈലൈറ്റ് ആവാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞ കാര്യം. അത് എയിംസിന്റെ മാത്രം പ്രത്യേകതയാണ്. ഈ പ്രത്യേകത മാത്രം ഫോളോ ചെയ്ത് തന്നെയാണ് കഴിഞ്ഞ സ്പെഷ്യൽ കേഡറ്റ് പരീക്ഷയിൽ എയിം സ്റ്റഡി സെന്റർ 100% വിജയവും, അതുപോലെ കഴിഞ്ഞ 10 കേഡറ്റ് പരീക്ഷയിൽ എയിംസ് 7000-ൽ കൂടുതൽ വിജയികളാകാൻ സാധിച്ചത്. അപ്പൊ നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്ത് നോക്ക്, അതിന്റെ റിസൾട്ട് വേറെ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഈ ഒരു 5 കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ക്വാളിഫൈഡ് ആവാനുള്ള കാര്യം എന്ന് പറയാം. ഇത് എയിംസിന്റെ പ്രത്യേകത. അത് പോരാത്ത കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ്. SCERT കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. SCERT NCERT നിങ്ങൾ ആദ്യം പഠിക്കുക. എന്താണോ പരീക്ഷാ ഭവൻ കേഡറ്റുമായി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് സിലബസ് തന്നിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലുള്ള SCERT NCERT കംപ്ലീറ്റ് ആയിട്ട് ഡീപ്പായിട്ട് വായിച്ചാൽ മാത്രമേ ഇനിയുള്ള പരീക്ഷകൾക്ക് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ സൈക്കോളജിക്ക് വളരെ പ്രാധാന്യം കൊടുത്ത് പഠിക്കുക അല്ലെ. സൈക്കോളജി അല്ലാതെ ബാക്കി SCERTയും ഇപ്പൊ സ്പെഷ്യൽ അധ്യാപകരൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ അവർക്ക് SCERT ഒക്കെ അറിയാം.
അവർക്ക് വിട്ടുപോയ കാര്യം സൈക്കോളജി, മലയാളവും മാത്സ് ഒക്കെ ആയിരിക്കും അല്ലേ? അതുപോലെ തന്നെ നിങ്ങൾക്ക് അപ്പൊ സൈക്കോളജിക്ക് വളരെ പ്രാധാന്യമുണ്ട്. സൈക്കോളജി പഠിക്കുക. ദെൻ PYQ ഉറപ്പായിട്ടും ചെയ്തു നോക്കുക. PYQ വളരെ പ്രത്യേക ആവശ്യമാണ്. മുൻ വർഷങ്ങളിൽ കേട്ടിട്ട് 1 or 2 or 3 ഏതോ ആയിക്കോട്ടെ, അതിന്റെ PYQ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം സമയം വച്ച് തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക. മലയാളം ഏത് കാറ്റഗറി ആയിക്കോട്ടെ, മലയാളം അവിടെ ഉണ്ട് അല്ലെ? അപ്പൊ മലയാളത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. മലയാളവും സൈക്കോളജിയും മറ്റേ SCRT പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഏകദേശം നമ്മളൊരു 90% അവിടെ ഓക്കെ ആയി കഴിഞ്ഞു. പിന്നെ നിങ്ങൾ സബ്ജക്റ്റുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചാൽ മതി. നമ്മൾ എയിംസിലായി തന്നെ മാക്സിമം തരുന്നുണ്ട്. അല്ലാത്തവരെന്ത് ചെയ്ത് ഫോളോ ചെയ്യുക. ദെൻ മോഡൽ എക്സാം നിർബന്ധമായിട്ടും സമയം വെച്ച് തന്നെ. നമുക്ക് 2.5 മണിക്കൂർ എക്സാം ആണല്ലേ, 150 മാർക്കിന്റെ പരീക്ഷ. അപ്പൊ എങ്ങനെ വേണം? സമയം കിട്ടുന്നില്ല, ടൈം മാനേജ്മെന്റ് വളരെ പ്രാധാന്യമുണ്ട്. സമയം വെച്ച് ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പരീക്ഷാ സമയത്ത് റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് 150-ൽ എബവ് 100 തന്നെ വാങ്ങാൻ സാധിക്കും. അത് ഞാൻ ഇവിടെ അഷ്വേർഡ് ആയിട്ട് പറയുന്ന കാര്യം തന്നെയാണ്. നിങ്ങളതൊന്ന് ഫോളോ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞതിൽ എത്രത്തോളം വാസ്തവം ഉണ്ട് എന്നിട്ടോ. ഞാൻ നിങ്ങൾക്ക് അറിയാലോ, എന്ത് കാര്യങ്ങൾ പറയുമ്പോഴും അതിന് വളരെ പ്രാധാന്യം കൊടുത്ത് മാത്രമേ പറയാറുള്ളൂ, നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ 5 കാര്യങ്ങളും അതുപോലെ എയിംസിന്റെ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എയിംസിന്റെ ഹൈലൈറ്റ്, ക്വാളിഫൈഡ് ആവാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ പുതിയ ബാച്ച് ആരംഭിക്കുന്ന ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. താഴെ വാട്സാപ്പിലെ ലിങ്ക് ഉണ്ട്, അതിലേക്ക് കയറി സൗജന്യ ക്ലാസ്സിൽ ലഭിക്കാനായി ജോയിൻ ചെയ്തോളൂ. ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. ഞാൻ പറഞ്ഞ കാര്യം ജെനുവിനായി തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്കും അടിച്ചൊരു കമന്റും ചെയ്യുക. അപ്പൊ മറക്കണ്ട, എയിംസിന്റെ ഒഫീഷ്യൽ നമ്പറായ 9446537080 നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് ഉടനെ അഡ്മിഷൻ ആക്കുക. കാരണം ഇപ്പൊ പഠിച്ചാൽ മാത്രമേ കേട്ടിട്ട് കിട്ടുള്ളൂ കേട്ടോ.